ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞൊരു ഉരുണ്ടയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 1 അവർ വീഡിയോ ആണ്, ഞാൻ കുത്തിയിരുന്ന് കണ്ടു. എനിക്ക് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8 പൊളിക്കൂ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് മെജോറിറ്റി പെൺകുട്ടികളാണ്. അതും സിംഗിൾ പേരൻറ്റിങ്ങിലുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചാൻസസ് ആർ 40ഓളം പേരെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ 20 പേര് മാത്രമേ ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരുന്നുള്ളൂ. ബാക്കി 20 പേര് ആദ്യത്തെ ഘട്ടത്തിലുള്ള ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിൽ തന്നെ 20 പേരെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഔട്ടാക്കി അവരെ അങ്ങ് ഔട്ടാക്കുകയാണ്. ഇനി ചിലപ്പോൾ സെക്കൻഡ് ഇത് വരുമ്പോഴത്തേക്ക്, ഇത് ഫസ്റ്റ് തിങ് ആണല്ലോ കഴിഞ്ഞപ്പോൾ, സെക്കൻഡ് ഇതിനകത്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് ഇവരുടെ ഓരോരുത്തരുടെയും ഇൻട്രൊഡക്ഷൻ വരുമായിരിക്കും. അത്രയും ചെയ്യണം, കാരണം നല്ല എഫർട്ടുണ്ട്. ഇതിൻ്റെ കുറേ അധികം പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ ആ ഒരു പ്ലാറ്റ്ഫോം വരെ എത്തുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു ഇൻട്രോ കൊടുക്കുകയെങ്കിലും വേണം. അങ്ങനെ ഒരു ഇൻട്രോ അവിടെ കിടക്കുകയാണെങ്കിൽ അവർ കുറേ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ശതമാനം അവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ള ഇതിലേക്ക് എത്തും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ 40 പേരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. 3 ജഡ്ജസാണുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റിയാസ് സലീമുണ്ട്, അതേപോലെ നമ്മുടെ കൊമ്പലി പെണ്ണുമ്പിളയായിട്ടുള്ള രഞ്ജിനി ഹരിദാസ് ഉണ്ട്. അടുത്ത് ഉള്ളതാണ് നമ്മുടെ തുണിപൊക്കിമാരാർ. ഇവരെല്ലാവരും ഉണ്ട്, 3 പേരും കൂടെ ഉണ്ട്. സത്യത്തിൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഈ മാരാറിനോട് കുറച്ചൊരു റെസ്പെക്റ്റ് തോന്നി. അതേപോലെ റിയാസ് കുറച്ച് പക്വതയോടുകൂടിയാണ് ഒരു സാധാരണ അവൻ്റെ ഒരു ബിഷ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടത്തി. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അഖിൽ മാരാറാണ്. ഒരു രീതിയിലുള്ളൊരു ജാടയൊന്നുമില്ല, അത് കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തോ ഫിനാൻഷ്യൽ മാറ്റർ കൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ ഏറ്റെടുത്തതെന്ന് തോന്നുന്നു. അതിൻ്റെ കാരണം സാബു മോനും ഈ പറയുന്ന അഖിൽ മാരാറും വേറെ ഒരു വിന്നറും കൂടെ ആയിരുന്നു അത് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു തന്നെ. കാരണം വിക്ടറി ആരാണ് ജയിച്ച അവർ 3 പേര് അതിനകത്ത് ജഡ്ജസായിട്ട് പോയിരിക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ഒരു മര്യാദയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ രഞ്ജിനി, കഥകളിയാണോ ഈ പെണ്ണിൻ്റെ വർത്തമാനം എന്ന് പറയുന്നത്? കണ്ണുകൊണ്ടൊരു സർക്കസ് തന്നെയാണ് മൊത്തത്തിൽ. പിന്നെ ഒരു ആങ്കർ എന്ന നിലയിൽ റനീഷ കാണിച്ചതൊക്കെ കുറേ സൂപ്പറായിരുന്നു. കാരണം ഒരു ആങ്കർ എന്ന നിലയിൽ അത്യാവശ്യം ഡാൻസിങ്ങും ബഹളവും ഒരു എക്സ്ട്രാ ഒരു ഇതായിട്ട് നിൽക്കണമല്ലോ, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് റനീഷ റഹ്മാനും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും പേരാണ് ആകെ മൊത്തത്തിൽ സദസ്സിലുള്ളത്. 40 പേരിൽ 20 പേരെ ടാപ്പേന്ന് പിടിച്ചങ്ങ് പുറത്താക്കി കളഞ്ഞു. 40 പേരെ നിരത്തി അങ്ങോട്ട് നടത്തുന്നുണ്ട്. ഇതിൽ 20 പേരെ ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ആദ്യം ഒരു ടാസ്ക് കൊടുക്കുന്നു. ആ ഫസ്റ്റ് ടാസ്കിൽ തന്നെ 20 പേർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത തക്കവണ്ണം ഒരു ബ്ലോക്ക് വരുന്നു. അവരെ 20 പേരെയും മാറ്റി നിർത്തിയിട്ട് ബാക്കി 20 പേരെയും കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് കയറുകയാണ്. ഇവരെ അങ്ങ് മാറ്റുന്നു. ഇനിയുള്ള 20 നമ്പേഴ്സ്, ഈ 20 നമ്പേഴ്സ് നിന്ന് അവർ ചൂസ് ചെയ്യും. ഒരു തരം മാലയും കൊണ്ട് വരുന്നുണ്ട്. അത് എന്തിനാ ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അത് കഴുത്തി ഇട്ട് കൊടുത്ത ഒരു സ്പെഷ്യലായിരുന്നു. എനിക്ക് തോന്നുന്നു 3 പേരെ എന്തോ ആയിരിക്കും ഇവർ ചൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നു. ഈ മൊത്തം ഇതിൽ നിന്ന് 3 പേരെ എടുക്കുള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള 3 പേരെ ആയിരിക്കും കോമണറിയിൽ നിന്ന് എടുക്കുക. ബാക്കിയൊക്കെ മറ്റുള്ളവർക്കായിരിക്കും ഓപ്ഷൻ കൊടുക്കുക. 40ഓളം പേരെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് 3 പേരെ ചൂസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതിൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുള്ള 3 പേരെയാണ് കിട്ടുന്നത്. അതിൽ ഒരു പെൺകുട്ടിയെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പൂജ എന്ന് പറയുന്ന കുട്ടിയാണ്. പൂജയല്ല പൂജ. ഈ കുട്ടിയുടെ കാര്യം പറയണതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു 20 പേരെ മാറ്റി നിർത്തുന്ന ആ ഒരു ടാസ്കിൽ താക്കോലും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവൾക്ക് പരിചയമുള്ള ഒരുത്തൻ അതിനകത്തുണ്ട്. ആ പയ്യൻ്റെ കയ്യിലേക്ക് ഇതങ്ങോട്ട് കൊടുക്കുന്നു. അവൻ അത് വെച്ച് തുറക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. പൂട്ട് തുറക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെ പെണ്ണിന് പണി കിട്ടുന്നു. പിന്നെ ഒരു വാശി രൂപേണ ഒരു സംസാരമുണ്ട്. എന്ത് വന്നാലും എനിക്ക് ഫൈറ്റ് ചെയ്യണം, ഞാൻ ഇവിടം വരെ വന്നെങ്കിൽ ഞാൻ അകത്ത് കയറിയേ പോകുള്ളൂ എന്ന് പറയുന്ന ആ നിശ്ചയദാർഢ്യം. ആൻഡ് അവളുടെ ആ ഫൈറ്റ് മോഡുണ്ടല്ലോ, ഏകദേശം ബിഗ് ബോസ് തുടങ്ങി ഒരു 50 ദിവസം കഴിയുമ്പോൾ അതിനകത്തുള്ളൊരു കണ്ടസ്റ്റൻറ്റ് പ്രതികരിക്കുന്ന ഒരു ലെവലാണ് പൂജ പ്രതികരിച്ചത്. സോ അതൊരു സൂപ്പർ കണ്ടസ്റ്റൻ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ അവൾക്ക് വേണ്ടി എന്തോ ഒരു ഇളവ് കൊടുത്തതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇതിന് ശേഷം അടുത്ത ഒരു ടാസ്ക്, ഈ 40 പേരിൽ നിന്ന് 20 ചൂസ് ചെയ്തു. 20 പേരിൽ നിന്ന് അടുത്ത ഒരു വിഭാഗത്തിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ആ 3 കാറ്റഗറി ആയി തിരിക്കുന്നതിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ഒരു നെഗറ്റീവ് ഇതാണ് വരുന്നത്. അവർക്ക് കൊടുത്തൊരു ടാസ്ക് കപ്പടിക്ക് വെക്കുക ടാസ്ക്കാണ്. അതിനകത്ത് ഇവളുടെ കപ്പ് ആദ്യം തന്നെ തട്ടിപ്പോകുന്നു. ആദ്യം നന്നായിട്ട് മുന്നേറുന്നുണ്ട്, ഓവർ കോൺഫിഡൻസ്. സെക്കൻഡ് വെച്ചതിനകത്ത് അവൾക്ക് തകരാറ് വരുന്നു. അവൾക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവരെ മറ്റൊരു പോർഷനിലേക്ക്, ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോർഷനിലേക്ക് ആക്കുന്നു. പിന്നെ തന്നെ റൈറ്റ് സൈഡിലേക്കും ആക്കുന്നുണ്ട്. അതിൽ നിന്ന് 3 പേര് എന്ന രീതിയിലാണ് ചൂസ് ചെയ്യുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്.
സാധാരണ നമ്മളിപ്പോൾ തുടക്കത്തിലുള്ള ഒരു ലാഗൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. ഒരു ഓവറായിട്ട് എക്സാഗ്രേഷൻ ഇല്ല. വേണ്ടയിടത്ത് കൃത്യമായ എഡിറ്റിംഗ് വർക്ക് നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട് ഇത്തവണത്തെ എഡിറ്റിംഗ് ടീം എന്നാണ് തോന്നുന്നത്. നല്ല രീതിയിലുണ്ട്. നമുക്ക് ബോറടിക്കത്തില്ല, ലാഗില്ല, സൂപ്പർ പെർഫോമൻസ് ആണ്. ഇതിൽ ആകെ കുറച്ചൊരു വന്നിറങ്ങുമ്പോൾ രഞ്ജിനിയുടെ ഒരു എക്സാഗ്രേഷൻ ഒരു സംസാരം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ പെണ്ണിനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇവ കുറേ ഇംഗ്ലീഷ് കുത്തിക്കേറ്റിട്ട് ഗേ 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 എന്ന് പറയണ, സത്യം പറഞ്ഞാൽ പട്ടിക്കാട്ടം കണ്ട ഫീലാണ് എനിക്ക് ആ പന്നിയെ കാണുമ്പോഴത്തേക്ക്. അതിപ്പോൾ എന്നെ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് അല്ലാതെ തന്നെ ആ പെണ്ണിനെ കണ്ടുകൂടാ. ജഗതി പറഞ്ഞ സമയത്ത് തന്നെ ജഗതിക്ക് കയ്യടി വയ്ക്കാൻ തോന്നിയത് അത് ഇതുവരെ ആ പെണ്ണിന് തിരുത്തണമെന്ന് തോന്നാത്ത ഘട്ടം തന്നെ. മുമ്പത്തെ ഇതും വെച്ചിട്ടൊരു ഒരു പല്ലൊക്കെ വെച്ച് ഒരു ജാതി കളി കളിക്കുന്നതാണ്. ഈ കഥകളി അങ്ങനെ ഒരു ഡ്രാമ പോലെയാണ് അവളിൽ ഇങ്ങനൊരു എക്സാഗ്രേഷനും ഒരു തള്ളലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവളെ ജഡ്ജായിട്ട് വെച്ചിരിക്കുന്നത് തന്നെ വേസ്റ്റാണ്. പക്ഷെ ഓവറായിട്ട് അതിനകത്ത് അഭിപ്രായമൊന്നും പറയാനായിട്ട് ഈ അഖിൽമാരാർ ഇരിക്കുന്നുണ്ട്, അവളെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങലുണ്ട്. എന്നെ എതിർക്കുന്ന, എൻ്റെ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നവർ വന്ന് നിൽക്കൂ, ഈ ടീമായിട്ട് തിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അഖിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പറയും, റിയാസ് പറയും അഖിലിനെ എഗൻസ്റ്റ് ആയിട്ട് പറയും, അതേപോലെ അഖിൽ റിയാസിനെ എഗൻസ്റ്റ് ആയിട്ട് പറയും. റിയാസിനെ എതിർക്കുന്നവരുണ്ടെങ്കിൽ വന്ന് നിൽക്കൂ എന്നുള്ള രീതി പറയും. ആകെ മൊത്തത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ഹെൽത്തി ഫൈറ്റ് അതിനകത്തുണ്ട്. അതും സൂപ്പറായിട്ടുണ്ട്. എനിക്കതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആകെ മൊത്തം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ലെവലൊന്നുമല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു 3-4 എപ്പിസോഡൊക്കെ പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ അല്ല, പ്ലെൻറ്റി കണ്ടൻറ്റാണ് അതിനകത്ത് ഇട്ടിട്ടുള്ളത്. അതെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളമായിട്ട് എടുക്കാൻ പറ്റും. അമ്മാതിരി സാധനം അതിനകത്ത് പോയിട്ടുണ്ട്. റിയാസ് ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ കൃത്യമായിട്ടൊരു തനിയെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. റിയാസ് ചെയ്തത് പച്ച പോക്കൃത്തരമാണ്. അത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ലെവലിൽ അതങ്ങ് വിട്ടുകൊടുക്കുമായിരിക്കാം. എനിക്ക് അതിൻ്റെ ഡെപ്ത് അറിയത്തില്ല. ഇനി അടുത്ത സെഗ്മെൻറ്റ് പോലെ, അതായത് ഇനി ഇതിൻ്റെ ബാലൻസ് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഇന്നത്തെ ദിവസം വരുമെന്നാണ് പറയുന്നത്. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. എനിക്കൊന്ന് ഏഷ്യാനെറ്റിൻ്റെ ഇവരുടെ തന്നെ ഒരു ഇതുണ്ട്, സ്പെഷ്യൽ ചാനലുണ്ട്. അതിനകത്ത് ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ഇതിനെ റിയാക്ട് ചെയ്യാനിരിക്കുന്നവർ മനസ്സിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മുടെ ചാനൽ ഡൗൺ ആകും. അപ്പം മാക്സിമം ഇവരുടെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇതെനിക്കൊന്ന് മറ്റേ സമ്മം മീഡിയയൊക്കെ ഇവരുടെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അവരൊന്നും ചെയ്യത്തില്ല. ബാക്കി ആരെടുത്ത് വെച്ചാലും അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അത് എന്തിൻ്റെ സോക്കേടാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോലുള്ളവർ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് റീച്ച് ആകുന്നത്. പിന്നെ ഇത് ഹോട്ട്സ്റ്റാറിൽ പോയി കാണത്തില്ല എന്നുള്ളൊരു ടേം കൊണ്ടാണ് നമുക്കിട്ട് താങ്ങുന്നതെന്ന് തോന്നുന്നു. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ആളുകൾക്ക് ഇത് കാണണമെന്നൊരു ഇൻട്രസ്റ്റ് വരുന്നത്. 100% ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇത് കാണാനായിട്ട് പോകും. ഈ ഒരു പർട്ടിക്കുലർ ഷോ ഇഷ്ടപ്പെടുന്നവർ പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും പോകുന്നല്ല, കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് കുറച്ച് ടൈം പാസ്സാണ്. ആദ്യത്തെ ഫസ്റ്റ് ഷോ തന്നെ നല്ല ടൈം പാസ്സാണ്, ഒരു മോശവും ഇല്ല. മറ്റത് മോഹൻലാൽ വരുന്നു, കുറേ പാട്ട്, ഡാൻസ്, അങ്ങനത്തെ ഒരു ഇൻട്രോ അങ്ങനെയൊന്നുമില്ല. അതൊന്നും അല്ലാതെ നമുക്കൊരു കൗതുക കാഴ്ചയുണ്ട്. ഇതിൽ എല്ലാവരെയും ഒന്ന് കാണിച്ചെങ്കിലെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് 40 പേരെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യുന്ന മണി, ഇതൊക്കെ നമ്മൾ കൺസേൺ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് ഒന്ന് റിവീൽ ചെയ്യുകയും അവരുടെ ഒരു സ്റ്റോറി പറയാനുള്ള ഒരിതും കാണിക്കണം എന്നുള്ളതൊരു റിക്വസ്റ്റാണ്. അത് പ്ലീസ് ഏഷ്യാനെറ്റ് അതിൻ്റേതായ ഒരു രീതിയിൽ പരിഗണിക്കണം. ബിഗ് ബോസുകാർ അത് പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ട്രിവാൻഡ്രത്ത് നിന്ന് ഒരുപാട് പേരുണ്ട്. ഈ ചൂസ് ചെയ്ത 20 നമ്പേഴ്സിൽ കൂടുതൽ പേര് തിരുവനന്തപുരത്തു നിന്നാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് 8ഓളം പെണ്ണുങ്ങളെയാണ് രഞ്ജിനി അവരുടെ ടീമിലേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 8ഓളം വരുന്ന പെണ്ണുങ്ങൾ മെജോറിറ്റി ഓഫ് ദം സിംഗിൾ പേരൻറ്റിങ് ആണ്. അത് മാത്രമല്ല, ഡിവോഴ്സ് ആയവരും കുറേ അധികം പേരുണ്ട്. ഇവർ കുറേ പേര്, അതായത് ഇപ്പോൾ 4 പേര് 3 പേരായിട്ട് ചുരുക്കാതെ ഇവരിൽ കുറച്ചധികം പേരെ നമ്മൾ ബിഗ് ബോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോമൺ മാൻ, അതായത് നമ്മളുടെ നാട്ടിലുള്ള സാധാരണ മനുഷ്യരുടെ മിഡിൽ ക്ലാസ് ുള്ള ആൾക്കാരുടെ കുറേയധികം ലൈഫ് ഹിസ്റ്ററികൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാകും, കാണാൻ ആൾക്കാരുണ്ടാകും. നമ്മൾ ഈ ഫിലിം സ്റ്റാറ്റസ് അല്ലെങ്കിൽ സീരിയൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിന് പകരം നോർമൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ കൊടുക്കുന്ന റവന്യൂ കുറഞ്ഞിരിക്കും. അതായത് ഇവർക്ക് സ്പെൻഡ് ചെയ്യുന്ന സാധനവും കുറഞ്ഞിരിക്കും, ആൻഡ് ഇൻകം ജനറേറ്റ് ആവുന്നതും ഹൈയിലും ആയിരിക്കും എന്നുള്ളതാണ്.
100% നല്ല വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു സാധനമാണത്. പിന്നെ ഇതിനകത്ത് 2 കള്ളികളെ പിടിക്കുന്നുണ്ട്, 2 പേര് പച്ചക്കള്ളം പറയുന്നുണ്ട്. അതിലൊരു കാര്യം, രഞ്ജിനിയുടെ ടീമിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രഞ്ജിനി ഹരിദാസിനെയാണെന്ന് അങ്ങ് പുകഴ്ത്തി പറയുന്നുണ്ട്. ഈ പെണ്ണ് അവസരവാദിയാണ്, പക്ഷെ അവൾ എഴുതി കൊടുത്തിരിക്കുന്നത് ബയോ എഴുതി കൊടുക്കുമല്ലോ, അതിനകത്ത് പേളി മാണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇതായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ അഖിൽ മാരാരും അങ്ങനെ ഒരാളെ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കാതെ പോയതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരു തരത്തിലും കള്ളം പറയാനായിട്ട് നിൽക്കാതിരിക്കുക. കള്ളം പറഞ്ഞാൽ നിങ്ങൾ കൈയോടെ പിടിക്കപ്പെടും. കാരണം ഇത് കാണുന്നത് അത്രയും വൈഡായിട്ടുള്ള ഓഡിയൻസാണ്. ആൻഡ് ദേ ആർ നോട്ട്, ഈ ഓഡിയൻസ് നമുക്ക് പറ്റിക്കാം, അല്ലെ അവിടെ ഉള്ളവരെ പറ്റിക്കാം എന്ന് പറയുമ്പോൾ അല്ല, അത്രയും ഭയാനകമായ ഒരു റിയാലിറ്റി ഷോയാണ് അത്. അത്രയ്ക്കും ക്രിട്ടിക്കൽ സാധനമാണ്. നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളുടെ നോർമൽ ക്യാരക്ടറൊക്കെ നശിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഫെയിമിന് വേണ്ടി ഓടിപ്പാഞ്ഞ് കയറിയവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു കണ്ടറിയാം. പിന്നെ ഇതിനകത്ത് ആ പൂജ എന്ന് പറയുന്ന പെൺകുട്ടി വന്നാൽ അവൾ ഒരു നല്ല കണ്ടസ്റ്റൻ്റായിട്ട് അറിയപ്പെടും. കാരണം ഇത്രയും പേരിൽ നിന്ന് വ്യത്യസ്തയായി നിന്നു എന്ന് മാത്രമല്ല, ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി റെഗുലറായിട്ട് എന്തായാലും റിവ്യൂ ഉണ്ടാകും. നിങ്ങളുടെ സഹകരണം വേണം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും കറക്ഷനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിൽ പറയുക, സപ്പോർട്ട് ചെയ്യുക. തുടങ്ങാം. താങ്ക് യു.